വഴിയാത്രക്കാർക്കും കളിസ്ഥലത്തെത്തുന്ന കായിക താരങ്ങൾക്കും കുട്ടികൾക്കുമായി കുടിവെള്ളം വീടിന് പുറത്തൊരുക്കി വേറിട്ട സേവനം ചെയ്യുകയാണ് സഹോദരങ്ങളായ വിദ്യാർത്ഥികൾ. 7ാം ക്ലാസ്സുകാരി ആയിഷയും 3ാം ക്ലാസ്സുകാരൻ അഫിനാനുമാണ് ദാഹിച്ചു വലഞ്ഞ് റോഡിലൂടെ പോകുന്നവർക്കും സമീപത്തെ വയലിൽ കളിക്കാനെത്തുന്ന കുട്ടികൾക്കും വേണ്ടി വീടിന് പുറത്ത് കുടിവെള്ളം ഒരുക്കിയിരിക്കുന്നത്. ഈ മക്കൾ ചെയ്ത ഒരു പുണ്യപ്രവർത്തിയാണ് ഈ കാണുന്നത്. അത് ഇവരുടെ വാപ്പാടുത്ത് ഇവർ പറഞ്ഞ് ചെയ്യിപ്പിച്ച ഒരു സംഭവമാണ് ഈ കാണുന്നത്. ഇത് എല്ലാവർക്കും ഒരു മാതൃകയാണ്. ഞങ്ങളുടെ നാട്ടിലെ മാതൃകാപരമായിട്ടുള്ള നമ്മുടെ കുട്ടികളാണ് ഈ കാണുന്നത്. ആയിഷ, അദ്നാൻ എന്നാണ് ഈ മക്കളെ പേര്. ഒട്ടുമിക്ക വീടുകളും ഇപ്പോൾ പൊതുവെ മതിൽ കെട്ടി ഗേറ്റ് ഇട്ടടച്ചതുകൊണ്ട് വഴിയാത്രക്കാർക്കും കുട്ടികൾക്കുമൊന്നും ദാഹമടക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. ദാഹിച്ചു വലഞ്ഞു പോകുന്നവർക്കും സമീപത്തെ റേഷൻ കടയിൽ എത്തിച്ചേരുന്നവരും വെള്ളം കുടിക്കാൻ ദാഹിച്ചു നിൽക്കുന്ന കാഴ്ചകളുമൊക്കെ ഈ സഹോദരങ്ങളുടെ മനസ്സലിയിച്ചു. അങ്ങനെ ആയിഷയുടെ മനസ്സിൽ ഉദിച്ചു വന്ന ആശയമായിരുന്നു വീടിന് പുറത്ത് ഒരു പൈപ്പ് സ്ഥാപിക്കുക എന്നുള്ളത്. പിന്നെ ആഗ്രഹം അനുജനോടും പങ്കുവച്ചു. പിന്നീട് ഇരുവരും ചേർന്ന് മാതാപിതാക്കളുടെ അടുത്ത് പ്രശ്നം അവതരിപ്പിച്ചു. കുട്ടികളുടെ പിതാവ് വർഷങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയിൽ ജോലിക്ക് പോയതും അവിടുത്തെ അറബികളുടെ വീടിന് മുന്നിൽ ഇതുപോലെ പൈപ്പുകൾ ഫിറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളുമൊക്കെ ഇവർക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് തങ്ങളുടെ വീടിന് പുറത്തും ഇങ്ങനെ ഒരു പൈപ്പ് വേണമെന്നും കുട്ടികൾ പറയാനുണ്ടായ കാരണവും. എന്റെ പല കൂട്ടുകാരും ഇവിടെ വയലിന് കളിക്കാൻ വരും. അപ്പൊ ഇവിടെ പല ഗേറ്റുകളും അടഞ്ഞു കിടക്കുമായിരിക്കും. അവര് ദാഹിച്ച് വലഞ്ഞു പോകുന്നത്, അതുപോലെ വേനൽക്കാലത്ത് റോഡിലൂടെ പലരും ദാഹിച്ചു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അനിയന്റെ അടുത്ത് പറഞ്ഞ്, ഞങ്ങൾ രണ്ടുപേരും കൂടി പിന്നെ ഉമ്മ അടുത്ത് പറഞ്ഞ്, അങ്ങനെ ഉമ്മ ആയിട്ട് വാപ്പിയുടെ അടുത്ത് പറഞ്ഞു. അപ്പൊ വാപ്പിക്കും ഈ ഒരു ഐഡിയ നന്നായിട്ട് തോന്നി. കുട്ടികളുടെ ആഗ്രഹം കേട്ട പിതാവ് ഇർഷാദിനും വലിയ സന്തോഷമായി. താനും ഈ വയലിൽ കളിച്ചാണ് വളർന്നത്. അന്ന് മതിലുകളില്ലായിരുന്നു. പല വീടുകളുടെയും പൈപ്പിന്റെയും മൂട്ടിലും കിണറുകളിലും ഒക്കെ ചെന്ന് വെള്ളം കുടിച്ച കഥയും ഇർഷാദ് മക്കൾക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. പിന്നീട് മക്കളുടെ ആഗ്രഹപ്രകാരം പ്ലംബർ കൂടിയായ ഇർഷാദ് പൈപ്പ് ഫിറ്റ് ചെയ്ത് നൽകി. ജലം അമൂല്യമാണെന്ന ബോർഡും കുട്ടികൾ ഇവിടെ സ്ഥാപിച്ചു. ഇന്ന് ഈ നാട്ടുകാർക്ക് വലിയ ആശ്വാസമാണ് കുട്ടികളുടെ മാതൃകാപരമായ ഈ പ്രവൃത്തി സമ്മാനിച്ചത്. കാരണം ഈ ചെറിയ കളിക്കുന്ന കുഞ്ഞുങ്ങള് കളിച്ചിട്ട് വെള്ളത്തിന് വേണ്ടി പല വീടുകളിലും ഇങ്ങനെ ഓടിപ്പോയാ. അപ്പൊ അത് ഈ വീട്ടുകാർ കണ്ടിട്ട് അവർക്കൊരു ആശ്വാസമായിട്ടാണ് ഈ പൈപ്പ് ലൈൻ സ്ഥാപിച്ചത്. പക്ഷെ ഇതിപ്പോ ഈ ചൂടത്ത് വഴിയിൽ വരുന്ന അനേകം കുട്ടികൾക്ക്, സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക്, ഇവിടെ അടുത്ത സ്കൂളാണ്, ഹരിജൻ ലിപി സ്കൂളുണ്ട്, മീനാശിലാസ് സ്കൂളുണ്ട്. ഈ സ്കൂളിൽ പോയിട്ട് വരുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം ഏറ്റവും വലിയൊരു ആശ്രയമാണ് ഈ പൈപ്പ്. രണ്ടുപേരും കൊല്ലം അമൃത വിദ്യാലയം സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. ഈ വേനലിൽ നല്ല കാര്യമാണ് വഴിപോക്കർക്കും കളിക്കുന്ന പിള്ളേർക്കും ഉള്ളെടുത്ത് കുടിക്കാൻ. അവരുടെ ഈ വീട്ടിന്റെ ഒരു മകനാണ് ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് കുട്ടികൾക്ക് വൈകിട്ട് കളിക്കുന്നതിനും കുടിക്കുന്നതിനും ഒരു ബുദ്ധിമുട്ടില്ല. മറ്റു പൈപ്പ് ലൈൻ ഇവിടെ ഒന്നും ഇല്ല. കിണറ്റില് അല്ലെങ്കിൽ ആ കിണറുള്ള സ്ഥലത്ത് തേടി പോകണ്ടേ. ഇതാകുമ്പോൾ അതിനൊരു സൗകര്യമുണ്ട് കുടിക്കുന്നതിന്. വൈകിട്ടാകുമ്പോൾ സ്ഥിരം ഒരു 10-50 പേര് കളിക്കുന്നതിനുള്ള കുട്ടികൾ ഇവിടെ ഉണ്ട്. ദറസ് പള്ളിയിൽ പോകുന്ന കുട്ടികളും പിന്നെ ഈ അല്ലാതെ സ്കൂൾ കുട്ടികളും എല്ലാം ഇത് കളിക്കുന്നതിനും സൗകര്യമുണ്ട്. കുടിക്കുന്നതിനുള്ള വെള്ളവും അതിന് കിട്ടുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കുട്ടിയാം.